ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു അടിപൊളി മധുരമുള്ള റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ സേമിയ പായസം ഇഷ്ടമില്ലാത്തവരാരെങ്കിലും ഉണ്ടോ ഗൈസ്? ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ പാൽ പായസമൊക്കെ, സേമിയ പായസമൊക്കെ കേട്ടോ. അപ്പോൾ സേമിയ പായസം വളരെ എളുപ്പത്തിൽ ടേസ്റ്റോടുകൂടി അടിപൊളിയായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു ചുവട് കട്ടിയുള്ള ഒരു പാത്രം, അതായത് നമ്മുടെ ഉരുളി പോലത്തെ ഒരു കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് വയ്ക്കുക. അതിൽ നമുക്ക് ആവശ്യത്തിന് രണ്ടോ മൂന്നോ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അതിൽ നമ്മൾ നമ്മുടെ കിസ്മിസും അണ്ടിപ്പരിപ്പും ഒന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മുടെ ഈ എണ്ണ ചൂടായി വരുമ്പോൾ തന്നെ നമ്മുടെ നെയ്യ് ചൂടായി വരുമ്പോൾ തന്നെ നമ്മുടെ ഈ കണ്ടില്ലേ, ഈ കിസ്മിസൊക്കെ ഇങ്ങനെ ബോൾ പോലെ പൊന്തി വരും കേട്ടോ. കണ്ടില്ല, നല്ലതുപോലെ നല്ല ബൊമ്മിയായിട്ട് കിട്ടും. അപ്പോഴത്തേക്കും നമുക്കിതിനൊന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. വളരെ എളുപ്പമാണ് കേട്ടോ. ഇത് നമുക്ക് കുക്കിംഗ് ഒന്നും അറിഞ്ഞുകൂടാത്തവർക്ക് വരെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിടുക്കാച്ചി പായസമാണ് കേട്ടോ. നല്ല സിമ്പിളാണ്, കൊച്ചു പിള്ളേർക്ക് വരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് മധുരം കുടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് തട്ടിക്കുട്ടി വേഗം തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. വളരെ എളുപ്പമാണ്, അതേസമയം നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ആരെ ആശ്രയിക്കാണ്ട് പായസം കുടിക്കാൻ നിങ്ങൾ ഇവിടെ എത്തിക്കോളും ഗായ്സ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. കണ്ടില്ല, എല്ലാ കിസ്മിസും നല്ലതുപോലെ ബൊമ്മി സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അണ്ടിപ്പരിപ്പൊക്കെ ചെറുതായിട്ടൊന്ന് നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ വറുത്ത് കോരി മാറ്റി വയ്ക്കാം. നമ്മളിതിൻ്റെ തന്നെ ഈ നെയ്യിൽ തന്നെയാണ് നമ്മുടെ വെർമസെല്ലി ഫ്രൈ ചെയ്തെടുക്കുന്നത്, വറുത്തെടുക്കുന്നത്. ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ നമ്മൾ വറുത്തെടുത്തിട്ട് വെക്കുമ്പോഴാണ് നമ്മുടെ പായസത്തിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഒരുമാതിരി എല്ലാം കൂടി ഈ പശ കലക്കി വെച്ച കണക്കായി പോയിട്ടിരിക്കും കേട്ടോ, ഒട്ടിയിരിക്കും. ഇങ്ങനെ നമ്മൾ വറുത്തെടുത്ത് കഴിഞ്ഞ് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ പായസത്തിന്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്കൊന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കരിഞ്ഞു പിടിക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുക്കാം കേട്ടോ. ഒരു 2-3 മിനിറ്റൊക്കെ ഇങ്ങനെ ചെയ്തയച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഈ ഉരുളിപ്പാത്രം നന്നായിട്ട് ചൂടായിരിക്കുന്നത് കാരണം വേഗം തന്നെ ആയി കിട്ടിക്കോളും. പിന്നെ നമ്മൾ ഒന്ന് കരിയിച്ചെടുക്കാണ്ട് കളറൊന്ന് മാറ്റി എടുത്താൽ മതി. കണ്ടില്ലേ, ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഒറ്റ പ്രോസസ്സ് മാത്രമാണ് നമുക്ക് ഇച്ചിരി ഒരു ബോറടി പോലെ തോന്നുന്നത് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ അതേ കളർ മാറി വരും. എത്രത്തോളം കളറൊക്കെ മാറി കിട്ടുന്നു അത്രത്തോളം നമ്മുടെ പായസത്തിന് നല്ല കിടിലൻ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കണ്ടില്ലേ, കളറൊക്കെ മാറി ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയി വരുന്നുണ്ട്. ഈ ഒരു പരുവമൊക്കെ ആകുമ്പോൾ നമുക്ക് മതിയാവും കേട്ടോ. കൂടുതലിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് അങ്ങ് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പായസത്തിൻ്റെ ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോവും. അത് ഈ ഒരു പരുവായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലോട്ട് പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഒരു 1.25 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. പാലൊക്കെ നമുക്ക് ഒരുപാട് ഒഴിച്ച് കൊടുക്കട്ടെ. നല്ല കട്ടിയുള്ള പാലാണ് ഇതിനാവശ്യം. പാലൊക്കെ ഒഴിച്ച് നല്ലതായിട്ട് കുറുകി വരുമ്പോൾ നമ്മുടെ പായസത്തിന് നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. വളരെ എളുപ്പമാണ്, സിമ്പിളുമാണ്, ടേസ്റ്റിയാണ് കേട്ടോ. പെട്ടെന്നൊരു വിരുന്നുകാരൊക്കെയോ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിടിലൻ പായസമാണ് കേട്ടോ. കുഞ്ഞുമക്കൾക്കൊക്കെ പായസം ഇഷ്ടമായിരിക്കുമല്ലോ, അപ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഇതിപ്പോൾ ഈ ഒരു മഞ്ഞ കളർ തോന്നുന്നത് വെച്ചാൽ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോയി വന്ന് നിൽക്കുവാണ്. അപ്പോൾ ആ ലൈറ്റിൻ്റെ ഒരു ഇതാണ് കേട്ടോ, അങ്ങനെ മഞ്ഞ കളർ ഫീലാവുന്നത്. ഇനി ഇതിലോട്ട് ഞാൻ നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, അതായത് 2 തവി പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് നമ്മൾ ചേർത്തേക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചൊക്കെ നമുക്ക് മധുരം അടക്കി കൊടുക്കാം. ആദ്യം തന്നെ ഒരുപാട് മധുരമൊന്നും വാരി ചേർത്ത് കൊടുക്കരുത്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് നമ്മുടെ മധുരം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബാക്കി ഒരു നമ്മുടെ നെയ്യുണ്ടല്ലോ, നെയ്യൊക്കെ ഇതിൽ കൂടുതൽ നിൽക്കുന്നത് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ, നല്ലൊരു മണവുമാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 1.25 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ സമയം നമുക്ക് നമ്മുടെ ഏലക്കയൊക്കെ ഉണ്ടല്ലോ, ഏലക്കയൊക്കെ ഒന്ന് ഇത് തോടിളക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഒരു 4-5 ഏലക്ക ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് അതിൻ്റെ ഇത് ഇളക്കിയിട്ടിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴതിൻ്റെ മണമൊക്കെ ഇതിലിറങ്ങി വരുള്ളൂ. നമുക്ക് എന്നിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി അതിനുശേഷം നമ്മുടെ വറുത്ത് കോരി വെച്ചേക്കണം നമ്മുടെ കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടി ഇതിലോട്ട് ഇട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നമുക്കിനി ഈ വെർമസെല്ലി ഒന്ന് വെന്ത് കിട്ടാനുള്ള ഒരു താമസമേ ഉള്ളൂ കേട്ടോ. അതുകൂടി ആകുമ്പം നമ്മൾ വറുത്ത് റോസ്റ്റ് ചെയ്ത് വെച്ചേക്കണതായതുകൊണ്ട് വേഗം തന്നെ വെന്തൊക്കെ കിട്ടിക്കോളും. അത് വെന്ത് വരാനുള്ളൊരു താമസമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഈ പാലും ഒന്ന് കുറുകി ഇതിലോട് ചേർന്ന് വരണം. കുറച്ച് കുറുകി
വരണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക കേട്ടോ നമ്മുടെ പായസത്തിന്. വളരെ സിമ്പിളാണ് കണ്ടോ, എത്ര വേഗമാണ് നമ്മൾ പായസം റെഡിയാക്കി എടുത്തതെന്ന് നോക്കി. ഇനി പായസം ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ ആരും മാറി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ ഈസിക്കും ടേസ്റ്റിക്കും ആയിട്ടൊക്കെ നമുക്ക് പായസം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ സിമ്പിൾ റെസിപ്പിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതായത് കണ്ടില്ല, നല്ലതായിട്ട് തിളയ്ക്കുന്നുണ്ട്. തിളച്ച് നമ്മുടെ പായസം കുറുകി സെറ്റായി വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ പായസ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളായിട്ട് അറിയിക്കാനൊന്നും മറന്നു പോകരുത് ഗൈസ്. അപ്പോൾ അതേ കണ്ടില്ലയോ മുത്തുമണീസ്. അപ്പോൾ അതേ ഇങ്ങനെ നമ്മൾ കുറച്ച് നേരം കൂടി വെച്ച് ഇങ്ങനെ കുറുക്കി എടുക്കുക കേട്ടോ. ഇത് കണ്ടില്ലേ, ഇപ്പോൾ അതിൻ്റെ ഇത് കുറഞ്ഞ് വരുന്ന കാണുന്നില്ലേ. നമ്മൾ പിന്നെ നല്ലതുപോലെ കുറുക്കിയതിന് ശേഷം ഓഫാക്കാൻ നിൽക്കണ്ട. ഇത് വീണ്ടും ഇരുന്ന് ആ ചൂടോട് കൂടി ഇരുന്ന് വീണ്ടും വറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് ഒരു വെള്ളപ്പരുവത്തിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്ത് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോഴാകുമ്പോഴത്തേക്കും നല്ലതുപോലെ നമ്മൾ എന്താ പറയുക, നമുക്ക് കഴിക്കാൻ സമയമാകുമ്പോഴത്തേക്ക് കുടിക്കാൻ സമയമാകുമ്പോൾ നല്ല പരുവത്തിനിരിക്കും. കണ്ടില്ല, ദേ ഈ ഒരു പരുവം കണ്ടില്ലേ, നല്ലതുപോലെ കുറുക്കി നല്ലൊരു ഭംഗിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇത് വേവായി പാകമായി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ നെയ്യ് ഉണ്ടല്ലോ, നെയ്യ് ഇതുപോലെ സൈഡിൽ നിന്ന് ഇങ്ങനെ തെളിഞ്ഞ് വന്നു തുടങ്ങും കേട്ടോ. ഇതാണ് അപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഞാൻ നേരത്തെ ഒഴിച്ചു കൊടുത്ത നെയ്യും എല്ലാം കൂടെ സൈഡിൽ നിന്ന് ഇങ്ങനെ തെളിഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ പായസത്തിൻ്റെ കറക്റ്റ് പാകം. പിന്നെ ടേസ്റ്റ്, ഇനി നമുക്ക് മധുരമൊക്കെ ഒന്ന് നോക്കാം. മധുരം വേണം, കൂടുതൽ നിൽക്കണം എന്നുള്ളവർക്ക് മധുരം കൂടുതലാക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടമായെന്ന് വിചാരിക്കും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.